ഹലോ ഗായ്സ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഇടാൻ പോണ ലോങ് വീഡിയോ ബീച്ചിൽ പോണതാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്ത ബീച്ചാണ് നമ്മൾ പോണത്. അപ്പോൾ പോണ വഴിയാണ്, പശുവൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബീച്ച്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ടാറൊക്കെ പോലെ ഇട്ട് വെച്ചേക്കണേണ്. അപ്പോൾ ഞാനും അനിയനും കൂടി മണ്ണിൽ കളിക്കാനായിട്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഞങ്ങൾ വരുമ്പോൾ പ്ലേറ്റ് ഒന്നും ഇല്ലാതെയാണ് കളിക്കാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ വീട്ടിൽ നിന്ന് പ്ലേറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ദേടാ ഒരു വലിയ കാര്യം, അനിയൻ എൻ്റെ മേത്തേക്ക് മണ്ണെറിഞ്ഞ്. ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഓടിപ്പോയി. അവൻ കണ്ടാവോ എറിയണത്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി രക്ഷപ്പെട്ട്. പട്ടം ഉണ്ടായിരുന്നു, ഞങ്ങൾ ടൂറ് പോയപ്പോൾ മേടിച്ച പട്ടമാണത്. ഞങ്ങൾ കുറേ നാളായി പറത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് എടുത്തു. പിന്നെ എന്നെ വിട്ട് അവൻ ഒറ്റക്ക് കളിക്കുന്നു ഗൈസ്. എനിക്ക് ചെറിയൊരു കുശുണ്ട്. അവൻ അധികം ഇങ്ങനെ പേടിയാണ് കേട്ടോ. അവന് മണ്ണ് നിറക്കാൻ പറ്റുന്നില്ല. ആ പ്ലേറ്റ് ആണെങ്കിൽ അടിയിൽ നിന്ന് പൊട്ടിയിരിക്കണേന്നു. ബീച്ചും ഈ കരയും കൂടി കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ അപ്പം അനിയനും കൂടി ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിൽ സന്ധ്യയൊക്കെ ആയി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബീച്ചിൽ പോകാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗായ്സ്? നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ ദൂരത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് മണ്ണ് കൊണ്ട് അടുത്ത ചെളി മണ്ണൊക്കെ കൊണ്ട് ഞാനും അനിയനും കൂടി കളിക്കുകയാണ്. എനിക്ക് അപ്പേട്ടോ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഞാൻ അതെന്തോന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അനിയനെ അവൻ എന്തോന്നാണ് ആദ്യമൊന്ന് നോക്കി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവന് നല്ല സന്തോഷം. അവൻ്റെ ആ സന്തോഷം കണ്ടാൽ എനിക്ക് ഹാപ്പി ആകും. അങ്ങനെ കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പോൾ ദേടാ ചേട്ടന്മാർ വെള്ളത്തിലിരുന്ന് കുസ്തി കളിക്കുന്നു. ഇതെന്തടേ? അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വലിയ കൊട്ടാരം പോലത്തെ കേക്ക് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാനും അനിയനും കൂടി അവിടെ കളിയായി. പിന്നെ ഞങ്ങൾ നോക്കിയേ, ഞങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടു. അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തടേ? പിന്നെ ഞാൻ അങ്ങോട്ട് ബീച്ചിലേക്ക് കൂടി ചാടാനായിട്ട് പോയി. പിന്നെ അത് വിളിച്ചപ്പോൾ ഞാൻ സ്ട്രെച്ച് ചെയ്ത് കരട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്ട്രെച്ച് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ഹുസൊക്കെ ചെയ്ത് ഫുൾ സ്ട്രെച്ച് ചെയ്തു. എനിക്ക് എൻ്റെ കാല് ചെറുതായിട്ട് മടങ്ങിയിരിക്കുകയാണ്. ഫുൾ സ്ട്രെച്ച് ശരിക്കും ഇങ്ങനെയല്ല, എനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു മണ്ണ് കാരണം. പിന്നെ ഞാൻ നൈസായിട്ട് ഇറങ്ങി. പക്ഷേ തിരമാല വന്നപ്പോൾ എനിക്ക് എന്തൊരു പേടി, മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പോണ്. അപ്പോൾ കുഞ്ഞി തിരമാല വന്നപ്പോൾ ഞാൻ നൈസായിട്ട് അതിലേക്ക് ഇറങ്ങി. പിന്നെ ഇറങ്ങാൻ പോയപ്പോൾ അപ്പൻ വന്ന് പിടിച്ചിർത്തി. ഞാനവിടെ അധികം ദൂരത്തേക്കൊന്നും പോകില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അപ്പം ഞാനവിടെ കിടന്ന് 3 ഡാൻസ് സ്റ്റെപ്പൊക്കെ എടുത്ത് കളിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? ഞാൻ വീണ്ടും പറയണ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. നോക്കിയപ്പോൾ സന്ധ്യയൊക്കെ ആയി, സൂര്യൻ അസ്തമിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. ആ ചേട്ടന്മാർ അവിടെ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല, നല്ല കളിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സന്ധ്യയായി, രാത്രിയൊക്കെ ആവാറായപ്പോഴേക്കും ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ടോയ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സ്റ്റൈലിലും. അപ്പോൾ